രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെടുന്ന 3 സുപ്രധാന ബില്ലുകൾ ഇന്ത്യയുടെ വോട്ടെടുപ്പ് രീതിയെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ്. എന്താണിവ? എന്തുകൊണ്ട് ഇത് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നു? ആദ്യമായി വനിതാ സംവരണ ബില്ല്. 2023 പാസാക്കിയ നിയമത്തിലെ കടമകൾ നീക്കി 2011 സെൻസസ് അടിസ്ഥാനമാക്കി 2029 ലോക്സഭയിലും നിയമസഭയിലും 33% വനിതാ സംവരണം ഉറപ്പാക്കുന്നു. രണ്ടാമതായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ ബിൽ. മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കാൻ സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായ ഒരു കമ്മീഷനെ ഇത് നിയമിക്കുന്നു. മൂന്നാമതായി സീറ്റ് വർധന ബില്ല്. 6 നൂറ്റാണ്ടായി മരവിപ്പിച്ചിരുന്ന ലോക്സഭാ സീറ്റുകൾ 543 നിന്ന് 850 ഉയർത്താൻ വഴിയൊരുക്കുന്നു. എന്തിനാണ് ഈ മാറ്റം? നഗരവൽക്കരണവും ജനസംഖ്യാ വ്യത്യാസങ്ങളും കണക്കിലെടുത്ത് പ്രാതിനിധ്യം പുനർനിശ്ചയിക്കണമെന്നാണ് സർക്കാരിന്റെ വാദം. പക്ഷേ ഇവിടെയാണ് ഒരു വലിയ ആശങ്കയുള്ളത്. ജനസംഖ്യാ നിയന്ത്രണം കാര്യക്ഷമമായി നടപ്പിലാക്കിയ കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ മണ്ഡല പുനർനിർണയത്തിലൂടെ രാഷ്ട്രീയ സ്വാധീനം കുറഞ്ഞേക്കാം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കുതിച്ചേറുമ്പോൾ ദക്ഷിണേന്ത്യയുടെ ശബ്ദം പാർലമെന്റിൽ ദുർബലമാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. മുതിർന്ന നേതാക്കൾക്ക് സ്ഥിരം മണ്ഡലങ്ങൾ നഷ്ടപ്പെടും. രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പൊളിച്ചെടുത്തുകൾ വേണ്ടിവരും. ഇന്ത്യൻ ജനാധിപത്യം ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. ഈ പവർ ഷിഫ്റ്റ് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ.